ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. ഒരു റവ കേക്കാണ് ചെയ്യുന്നത്. അയ്യങ്കാർ ബേക്കറി സ്റ്റൈലിലുള്ള ഒരു റവ കേക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലോട്ടായിട്ട് 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി കട്ടിയുള്ള ഗ്രെയിൻസ് ആണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇതിലോട്ട് 1 കപ്പ് പാൽ ചേർത്തൊന്ന് കുതിർത്ത് വെക്കുകയാണ്. റവ ഒന്ന് സോഫ്റ്റായി വരണമല്ലോ. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ബേക്കിംഗ് പൗഡറാണ്. 1.25 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ല യോജിച്ച് വരട്ടെ. ഇതിലോട്ട് 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ബട്ടർ കൂടെ ചേർക്കുമ്പോഴാണ് ഈ കേക്കിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു രുചി വരുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലാത്തൊരു നെയ്യ് ചേർക്കുക. ചേർക്കുന്നത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. വാനില എസൻസ്. ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ ചേർത്ത് കൊടുക്കുക. നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ തടവി ഒന്ന് മയം പുരട്ടിയ ശേഷം കുറച്ച് മൈദ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്ത് നമുക്ക് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ളൊരു പാത്രം കൊണ്ട് മുകളിൽ കവർ ചെയ്യാം. എന്തെങ്കിലും ഒരു വെയിറ്റുള്ള പാത്രം കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അയ്യങ്കാർ സ്റ്റൈൽ ബേക്കറി റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാനായിട്ട് 35 മിനിറ്റോളം നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. എങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുട്ട ചേർക്കേണ്ടെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ബട്ടറൊക്കെ ചേർക്കുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വാനിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് ഇടയ്ക്ക് സ്നാക്കൊക്കെ ആയിട്ട് ഇത് കഴിക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.